നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോഴും വന്നിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് മൈ ഷർദി എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്. ആ ചാനലിൻ്റെ കാര്യത്തെ പറ്റിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് ആ കുട്ടി വന്നിട്ടുണ്ട്, എന്താ എന്നെ ഇങ്ങനെ പറയാൻ നിങ്ങളാരാണ്, എന്നെ അങ്ങനെ പറയാൻ നിങ്ങളാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കുഴപ്പത്തോട് കുഴപ്പം. എൻ്റെ പൊന്നെ ചങ്ങാതി, നീ ഈ വീഡിയോയിൽ കാണിച്ച പരിപാടി മാത്രമാണ് നമ്മൾ പറഞ്ഞത്. അല്ലാതെ നമ്മളിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ വീട്ടിൽ വന്നിട്ടോ നാട്ടിൽ വന്നിട്ടോ ഒന്നും ചോദിച്ചിട്ടല്ല. നിന്നെ പറ്റി അറിയുന്ന കാര്യങ്ങൾ നിന്റെ അയൽവാസികളും അതുപോലെ നാട്ടുകാരായ ചില ആൾക്കാരും ഇവരൊക്കെ ഒരുപാട് കമന്റ് ഇടുന്നതും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ നിന്റെ കാര്യങ്ങളൊക്കെ അറിയുന്ന ആൾക്കാരാണ് ഇതൊക്കെ പറയുന്നത്. പിന്നെ നീ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇയാൾക്കൊന്നും വേറെ പണിയില്ലേ മോളെ, തൊഴിലുണ്ട്, നിനക്കെന്താണ് പണി? നീയല്ലേ നിന്റെ വീട്ടിൽ ഇങ്ങനെയാണ് പ്രശ്നം, നിന്റെ വീട്ടിൽ അങ്ങനെയാണ് പ്രശ്നം, അതുപോലെ നിന്റെ അമ്മ ആ വീഡിയോ ഇപ്പം നീ മുക്കി അവിടുന്ന്, അതായത് അമ്മേനെ തള്ളിപ്പറഞ്ഞൊരു വീഡിയോ നീ മുക്കി, കുറേ ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ട ഒരു വീഡിയോ വന്നത്. ഈ 22,000 സബ്സ്ക്രൈബറിൽ നീ അമ്മേനെ തള്ളിപ്പറഞ്ഞിട്ടും നിന്റെ ഭർത്താവിനെ തള്ളിപ്പറഞ്ഞിട്ടും എനിക്കൊരു വേറൊരു ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ടുമല്ലേ നിനക്ക് ഇത്രയും ആൾക്കാർ നിന്നെ കാണാൻ തന്നെ ഇരിക്കുന്നത്. അല്ലാതെ നിന്നെ ആര് കാണാനാന്ന്? ഇതിനു മുന്നേ നീ ഇട്ട വീഡിയോസല്ലേ എന്ത് റീച്ചാന്നുള്ളത് നിനക്ക് മനസ്സിലായി. ഈ റീച്ച് വേണമെന്നുണ്ടെങ്കിൽ പല പരിപാടികളും ചെയ്യേണ്ടിയിരുന്നു. അതിൻ്റെ ഒരു ആരംഭമായിട്ടാണ് നീ നിന്റെ അമ്മയെ തള്ളി പറഞ്ഞത്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ തള്ളി പറഞ്ഞത്. ഇപ്പോഴെനിക്ക് വേറൊരു ബന്ധം വേണം, അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാ നീ വന്ന് പറയുന്നത്? ആലോചിച്ച് നോക്കണം. അപ്പം നീ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ നമ്മളൊന്നും ഉണ്ടാക്കി പറഞ്ഞിട്ടൊന്നുമില്ല. മനസ്സിലായ? സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴും നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. കാരണം ഇത് ഒരുപാട് ആൾക്കാർ കേൾക്കുന്നതാണ്. പിന്നെ ഞാൻ പറയുന്ന എല്ലാം നിങ്ങൾ വിശ്വസിക്കണം, എന്നെ ഒന്നും പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ വെള്ളരിക്കപ്പെടണ? ഇത് സോഷ്യൽ മീഡിയയിൽ നീ പബ്ലിക്കായിട്ടിട്ട സംഭവങ്ങൾ നമ്മൾ വിമർശിക്കും, അത് ഉറപ്പാണ്. പല ആൾക്കാരും നിന്നെ വിമർശിച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ നീ ഇന്നലെ എനിക്കെതിരെ, അതായത് അമ്മാവൻ എന്താ പറയുക അപ്പൂപ്പൻ ഇങ്ങനെയൊക്കെ വിളിച്ച് നീ വീഡിയോ ചെയ്തല്ലോ. എന്നിട്ട് എന്തുകൊണ്ട് അതിൻ്റെ അകത്തുള്ള നെഗറ്റീവ് കമന്റുകൾ നീ എന്തിനാ മുക്കുന്നത്? നീ ആ കമന്റ് കൂടി വെക്ക്. നിന്നെ പറ്റിയിട്ട് വളരെ മോശമായ കമന്റുകൾ അതിൻ്റെ അകത്ത് വരുന്നില്ലേ? അതായത് നീയല്ലേ എല്ലാവരോടും തുറന്നു പറയുന്നത്, നീ പറഞ്ഞോണ്ടല്ലേ ഞങ്ങളൊക്കെ അറിഞ്ഞത് എന്നുള്ള തരത്തിൽ ഒരുപാട് കമന്റ് വന്നു. എന്തുകൊണ്ട് നീ മുക്കി? അപ്പൊ ഇപ്പോഴും നീ ഇങ്ങനെ കമന്റ് ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് എൻ്റെ പൊന്നു മോളെ, ആദ്യം എന്താ വേണ്ടതെന്ന് അറിയാം. നമ്മൾ ആദ്യം നമ്മളെ പറ്റി പഠിക്കുക, അത് കഴിഞ്ഞിട്ട് മറ്റുള്ളവരുടെ ഇതാക്കുക. അതാണ് പിന്നെ കാര്യങ്ങളൊന്നും വന്ന് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ നിന്റെ ജീവിതത്തെ പറ്റി ആരറിയാനാണ്? നീ എങ്ങനെയാണ് എന്ന് നമ്മൾക്ക് ആർക്കും അറിയോ? നീ ഏത് നാട്ടുകാരിയാന്ന് പോലും നമുക്കറിയില്ല. നിന്റെ സോഷ്യൽ മീഡിയയിൽ നീ വന്ന് പറയുന്ന ഓരോരോ കാര്യങ്ങൾ കേട്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ ഇത് എല്ലാവരും അറിയണം. വേറെ ആൾക്കാരുടെ ജീവിതം എടുത്ത് എന്തിനാ ചേട്ടാ ഇതാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് വേറെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ നീ ഇത് പബ്ലിക്കായിട്ട് വിളമ്പിയ സാധനമാണ്. അല്ലാതെ നീ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും മാത്രം കാണാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്ത ഒരു സാധനമല്ല. അത് മനസ്സിലാക്കണം ആദ്യം. അല്ലാതെ വന്നിട്ട് ഈ വായി തോന്നിയവാസങ്ങൾ മുഴുവൻ അല്ല എന്നെയാ പറഞ്ഞിട്ടൊന്നും ഞാൻ പറയുന്നില്ല കേട്ടാ. കാരണം എന്താ വെച്ചാൽ ഞാൻ പക്ഷേങ്കിൽ എന്താ വെച്ചാൽ നിങ്ങളെപ്പോലെ ഊള വ്ളോഗർമാർ ഇനി ഞാൻ പറയുന്നുണ്ട്, ഇനിയും പറയും. വ്ളോഗർമാർ തെണ്ടിത്തരം കാണിച്ചു കഴിഞ്ഞാൽ പറയും. ഇത് കേട്ടോണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുഞ്ഞുവാവകളല്ല, നമ്മുടെ നെറ്റും കളിച്ചിട്ടാണ് ഇതൊക്കെ കാണുന്നത്. അപ്പോൾ അങ്ങനെ കൂട്ടുപിടിച്ചിട്ട് മോളങ്ങനെ വലിയ ആളാകണ്ട, മോളെ വലിയൊരാളായിട്ടാവും പറയാ. പിന്നെ എൻ്റെ വീഡിയോ റീച്ചില്ല, വീഡിയോ റീച്ചുണ്ട്, റീച്ചുള്ള വീഡിയോ വേണമെങ്കിൽ പോയി കണ്ടു നോക്കില്ലെങ്കിൽ ആരോടെങ്കിലും അറിയുന്ന ആൾക്കോട് പോയി ചോദിക്ക്, ആരാണ് ഇയാൾ ഏതാണ്, എന്താണ് ഇയാളുടെ പ്രൊഫഷൻ, എങ്ങനെയാണ് ഇയാൾ എന്നൊക്കെ ചോദിക്കണമെങ്കിൽ പബ്ലിക്കായിട്ട് സോഷ്യൽ മീഡിയയിൽ ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ പറ്റിയിട്ടുള്ള എല്ലാ വിവരങ്ങളും കിട്ടും. മനസ്സിലായ? അല്ലാതെ ഇതിൻ്റെ അകത്ത് വന്നിട്ട് ഇയാൾ ആരാന്ന് 2 സബ്സ്ക്രൈബറും വെച്ചിട്ട് മോണിറ്റൈസേഷൻ ഓണാക്കിയിട്ട് പൈസ ഉണ്ടാക്കുന്നത്, പൈസ ജോലി ചെയ്ത ചവറോലി ഉണ്ട് മോളെ. 10-15 വർഷമായിട്ട് ജോലി ചെയ്തിട്ട് എൻ്റെ പൈസ ഉണ്ടാക്കുന്നതായിരുന്നേ. നിനക്ക് എന്ത് പണിയാണ് ഉള്ളത്? നീ എങ്ങനെ ജീവിക്കുന്നത്? നീ ഏതോ ഒരു വീഡിയോയിൽ പറയുന്നിട്ട് ഞാൻ സ്വത്ത് കൊണ്ടാന്ന് ജീവിക്കുക. എനിക്ക് എന്ത് സ്വത്താണുള്ളത്? അത് പറ. ഒന്ന് നിന്റെ സ്വത്തിൻ്റെ കാര്യം പറ. ഈ സ്വത്ത് കൊണ്ട് എങ്ങനെ ജീവിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അത് അറിയാൻ വേണ്ടിയിട്ടാണ് കൊതുകും കടിക്കുന്നത് എൻ്റെ ഭഗവാനെ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ പല്ലു കുത്തിയിട്ട് നാറ്റിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വിട്ടുമായിരുന്നു. എന്നിട്ട് ഇപ്പോഴും ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴും വന്നിട്ട് കുതിര കയറിയിട്ട് കാര്യമില്ല. മനസ്സിലായ? പിന്നെ വായി തോന്നി അപ്പ് എന്നൊക്കെ വിളിച്ചിട്ട് കാര്യമില്ല. അതെ എൻ്റെ ഭാര്യ ഇതാന്നായിരുന്നു, ഈ ക്യാമറ പിടിച്ച് ഇരുന്ന് തന്നെയാണെന്നായിരുന്നു. നീ അമ്മൂമ്മ അപ്പൂപ്പ ഒന്നും വിളിച്ചിട്ടൊന്നും കാര്യമില്ല, നമുക്കറിയാം അവിടുന്ന്. നീ എങ്ങനെയാ ജീവിക്കുന്നത് പറ. നിന്നെക്കാട്ടി ഏതായാലും നിന്നെക്കാട്ടി ഒരു 5 പടി ഉയരത്തിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. മനസ്സിലായി? ഇന്നെ പോലെ പിന്നെ വീട്ടുകാരെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അമ്മേനെ തള്ളി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്താ പറയേണ്ടത് ഭാര്യനെ ഭർത്താവിനെ തള്ളി പറഞ്ഞിട്ടോ കുഞ്ഞ് മാത്രം എനിക്ക് മതി അങ്ങനെയൊന്നല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ആരെങ്കിലും നിന്നെ എന്തെങ്കിലും പറയുന്നുണ്ടോ? അപ്പൊ ഇതിലൊക്കെ നമ്മളെ വിട്ടതാണ്. ആ ഒരു വിമർശനം അങ്ങ് കഴിഞ്ഞ് പിന്നെയും വന്നിട്ട് ഇതിൻ്റെ അകത്ത് വന്നിട്ട് ഇങ്ങനെ ചലവലാന്നാക്കാൻ പാടില്ല. അത്രയും എനിക്ക് പറയാനുള്ളൂ.
പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും തന്നെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ എന്തെങ്കിലും പിന്നെ എന്നാൽ തെണ്ടിത്തരം ഇട്ട് കഴിഞ്ഞാൽ ആ നിമിഷം എടുത്തിട്ട് നമ്മളിട്ട് അലക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അവിടുന്ന്. അത് ആരായാലും നീ നല്ല ഏതോനായി കഴിഞ്ഞാലും അലക്കും. കാരണം ഇതൊക്കെ കേൾക്കാനുള്ള ആൾക്കാരുണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് വിമർശനവും ചെയ്യാം, നമുക്ക് വിമർശിക്കുകയും ചെയ്യാം. നമ്മളെന്താ വെച്ചാൽ അനാവശ്യമായിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ മാത്രമേ കുഴപ്പമുള്ളൂ. നമ്മൾ കാര്യത്തിൽ പറയുമ്പോഴും ഒരു കുഴപ്പമില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയതാണ്. അല്ലാതെ ഇതിന്റെ പേര് പോലും നമുക്കറിയോ? അതുകൊണ്ട് ആ പേര് പോലും മര്യാദയ്ക്ക് മിണ്ടായിനായിരുന്നു. മനസ്സിലായ? അതുകൊണ്ട് എൻ്റെ ഛർദി പിന്നെ നീ ഒരു കാര്യം ചെയ്യുക, അതായത് തരത്ത് പോയിട്ട് കളിക്കുക. ഇവിടെ വന്നിട്ട് ഇങ്ങനെ വളരെ മോശമായ രീതിയിൽ അങ്ങനെ വീഡിയോ ഇട്ടിട്ട് അങ്ങനെ ഞാൻ വലിയ ആളാണ്, എൻ്റെ വീഡിയോ കൊണ്ടാണ് അയാൾക്ക് റീച്ച് ഉണ്ടാക്കി ഞാൻ കൊടുക്കുന്നില്ല. എനിക്ക് നിൻ്റെ വീഡിയോൻ്റെ റീച്ചൊന്നും വേണ്ട. കാരണം എനിക്കൊരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ഓടിക്കണം എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. മനസ്സിലായി? നിന്നെ പോലെ ആ അമ്മയെ കുറ്റം പറഞ്ഞിട്ടും ഭർത്താവിനെ കുറ്റം പറഞ്ഞിട്ടൊന്നുമല്ലോ നമ്മൾ ജീവിക്കുന്നത്. നീ ഇപ്പോൾ എത്ര നാളായി നിൻ്റെ അമ്മയെ കുറ്റം പറയുന്നത്? അത് പറയാറുണ്ട്. സ്വന്തം പെറ്റ അമ്മയെ ആരെങ്കിലും ഒരാൾ ഈ സോഷ്യൽ മീഡിയയിലിട്ട് വലിച്ചു കയറാൻ വിടുവോ? അത് പറ. പിന്നെ നീ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് എന്നാൽ അവിഹിത. ആരൊക്കെ അവിഹിതം പറഞ്ഞത്? ആരാണ് അവിഹിതം പറഞ്ഞത്? നമ്മൾ അത്രത്തോളം നിന്റെ അത്ര തെണ്ടിത്തരവില്ല. കാരണം നിന്റെ അമ്മയാണെങ്കിലും നമുക്ക് കുറച്ച് ബഹുമാനമുണ്ട്. കാരണം അമ്മമാരെ ബഹുമാനിക്കുന്നവരാണ് നമ്മളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് നിന്റെ അത്രത്തോളം തരം നമ്മൾ താഴൂല, അത് ഉറപ്പാണ് നടന്നത്. അങ്ങനെ താഴാനും ഞാൻ വിചാരിച്ചില്ലായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത്. നമുക്കിഷ്ടം പോലെ വ്യൂസ് എല്ലാം കിട്ടും. ചിലപ്പോൾ നീ നാളെ ചൂലെടുത്തിട്ട് അടിച്ചു കഴിഞ്ഞാലും വ്യൂസ് കിട്ടും. അതാണ്. ഇനിയിപ്പോൾ നാളെ ഭാര്യയും ഭർത്താവും വന്നിട്ട് ഇതാ ഞങ്ങൾ ഒന്നായി എന്ന് പറഞ്ഞാലും വ്യൂസ് കിട്ടും. ഞങ്ങൾ തെറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വ്യൂസ് കിട്ടും. മോണിറ്റൈസേഷൻ ഓഫ് ചെയ്തിട്ടൊന്നല്ലല്ലോ, നല്ലോണം പൈസ കിട്ടുന്നില്ലേ? നമുക്കറിയാം നീ എത്ര ലക്ഷം ഉണ്ടാക്കുന്നുണ്ട് എന്ന് കൃത്യമായിട്ട്. ഒരു വീഡിയോ 10-20 മിനിറ്റുള്ള വീഡിയോ ആൾക്കാരെ പറ്റിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വ്യൂസും കിട്ടും, നല്ല പൈസയും കിട്ടും. ഇനി എല്ലാവരും കൂടി ഒത്തിട്ടുള്ള പരിപാടിയാണെന്ന് ചോദിച്ചാൽ അതും അതെ. ഇവിടെയുള്ള ചില മിക്ക വ്ളോഗർമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വ്യൂസിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ അഭിനയിച്ച് വീഡിയോ ചെയ്യുന്നുണ്ട്, ഒത്തിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. തല്ലും പിടി കഴിഞ്ഞ വീഡിയോ ഒക്കെ എന്ന് പറഞ്ഞാൽ അത് അമ്മായി എന്നെ ഓടിച്ചു, ഇല്ലെങ്കിൽ മരുമോളും അമ്മയും തമ്മിലുള്ള പോര്, ഇല്ലെങ്കിൽ ഭർത്താവ് എന്നെ ഓടിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റീച്ചാണ്. ആ വീഡിയോക്കൊക്കെ ഭയങ്കര റീച്ചാണ്. സ്ഥലമെല്ലാം ഒന്ന് കാണിച്ചു കൊടുത്തേട്ടോ. നല്ല നല്ല അടിപൊളി സ്ഥലമാണ്. ഇത് നമ്മളെ തോണിയാട്ടാ, ഞാൻ സ്വന്തമായിട്ട് വാങ്ങിച്ച തോണിയാണ് ഇത്. തോണി കണ്ടോ പറഞ്ഞു. കാരണം നിങ്ങളുടെ കാറും മറ്റേ ഇതെല്ലാം മേടിക്കുമ്പോൾ നമ്മൾ തോണിയാന്ന് മേടിക്കലപ്പാ. നമുക്ക് അത് അങ്ങനെയുള്ള കപ്പാക്കിറ്റി മാത്രമേ ഉള്ളൂ. നമുക്ക് നിങ്ങളെപ്പോലെ അധികം ഇലക്ട്രിക്കിറ്റി ഇല്ല. അതുകൊണ്ട് നമുക്ക് അത്ര വേണ്ടാതാണ്. പിന്നെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നല്ല കപ്പത്തോട്ടാണ്. പിന്നെ നല്ല പുഴം കരിയാണ്. അപ്പുറത്തെ അടിപൊളി മീനുണ്ട്. പിന്നെ അതിനപ്പുറത്ത് പോയി കഴിഞ്ഞാൽ അടിപൊളി ഒരു കള്ളി ഷാപ്പിൻ്റെ അടിപൊളി ഭക്ഷണമാണ് അവിടെ. ഇനി ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ പോയാൽ മതി. അവിടെ നല്ല അടിപൊളി സാധനമാണ്. പക്ഷെ കുറച്ച് കൊതുകുണ്ട് കേട്ടോ. ഭയങ്കര കൊതുകാന്ന് നടന്നത് അല്ലേ, എന്തോ കടിക്കുന്ന നടന്ന് എന്നാന്നറിയില്ല. ഈ മാങ്ങേൻ്റെ ഒന്നിട്ടാ മാങ്ങ പൂക്കാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ മാവല്ലോ. അപ്പോൾ മാങ്ങയെല്ലാം നല്ലോണം ഉണ്ടാകുന്ന ഒരു സ്ഥലം കേട്ടാ. പിന്നെ അപ്പോൾ നമ്മളെ ഈ കുട്ടിയോട് പറയാനുള്ളത്, അപ്പോൾ എന്ത് കാര്യം പറയുമ്പോൾ രണ്ടാമതൊന്ന് ആലോചിക്കുക. ഇത് ഒരുപാട് ആൾക്കാർ കേൾക്കുന്നതാണ്. ഈ കേൾക്കുന്നവരൊക്കെ മോളെ മറ്റേ ഒന്നും പറഞ്ഞിട്ടല്ല. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ മക്കളെ ഒന്നും നോക്കണ്ട, നിങ്ങൾ വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്തോ. ഇതിലും വലുത് നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ കാണിക്കാനില്ലേ, ഇതൊക്കെ നമുക്ക് പറയാം. അപ്പോൾ കുട്ടി വിഷമിക്കൊന്നും വേണ്ട, ഇവിടെ വെച്ച് നിർത്തിക്കോട്ടാ. ഇനിയും ഇതേപോലെ എന്തെങ്കിലും ഇട്ട് അലക്കി കഴിഞ്ഞാൽ അങ്ങനെ വിമർശിക്കും. ആ വിമർശനമായിട്ട് കണക്കൂട്ടിയാൽ മതി. അല്ലാതെ ഞാൻ ഇവിടെയാണെന്ന് അറിഞ്ഞാൽ വലിച്ചു കയറാൻ വരും, ഞാൻ അവൻ്റെ പണിയൊരുക്കും. അതിനൊന്നും വളർന്നിട്ടില്ല മോളെ. മനസ്സിലായി? ഇത് വെള്ളരിക്കാൻ പറ്റണമൊന്നും അല്ല ഇവിടുന്ന്. മനസ്സിലായ? ഇത് യൂട്യൂബാണ്. യൂട്യൂബിൽ പലത് ഇട്ട് കഴിഞ്ഞാൽ പല ആൾക്കാരും പലതും പറയും. അതൊക്കെ സഹിച്ചിരിക്കേണ്ടി വരുവായിരുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടാ. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ നാക്ക് രാവിലെ കേട്ടപ്പോൾ തന്നെ എനിക്ക് ചൊറിഞ്ഞ് കയറിയതാണ് നടന്നത്. ഒരു മര്യാദയ്ക്കുള്ള വ്ളോഗറാണെങ്കിലും കുഴപ്പമില്ല. ഇത് അമ്മേനെയും പിന്നെ ഭർത്താവിനെയും ഒക്കെ തല്ലി പുറത്താക്കിയിട്ട് വീഡിയോ ഇട്ടിട്ട് ആൾക്കാരെടുക്കുന്ന വ്യൂസും അതുപോലെ തന്നെ സഹതാവും വാങ്ങിച്ചിട്ട് പൈസ ഉണ്ടാക്കുന്ന ഇമാതിരി ടീമുകളോടൊക്കെ ഈ വർത്തമാനം തന്നെ പറയാൻ പറ്റുള്ളൂ. നന്ദി, നമസ്കാരം.